ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ഇത്തരത്തിൽ ഈ അടുത്ത കാലത്ത് ചൈന കൊണ്ടുവന്ന കുറച്ച് റോഡിംഗ് ടെക്നോളജികളാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. ബോഡി ഗാർഡ് ഓഫ് ദി റോഡ്, പേര് പോലെ തന്നെ ഇതൊരു വലിയ കണ്ടെത്തൽ തന്നെയാണ്. ആളുകൾക്ക് റോഡുകൾ മുറിച്ചു കടക്കാനായിട്ട് ഇല്ലുമിൻ എന്ന പുതിയൊരു സാങ്കേതിക വിദ്യ ചൈനയിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒരാൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ ട്രാഫിക് സൈൻ ബോർഡിലും അതുപോലെ റോഡിലെ സീബ്ര ലൈനിലും സ്ഥാപിച്ചിട്ടുള്ള 6 ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രകാശിക്കുന്നതാണ്. സോളാർ ഉപയോഗിച്ചാണ് ഇതിങ്ങനെ പ്രകാശിക്കുന്നത്. ഇത് ആളുകൾ റോഡിലുണ്ടെന്ന് ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പോലും മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. ഏറെക്കുറെ 400 മീറ്റർ ദൂരെ നിന്ന് പോലും വരുന്ന വാഹനങ്ങൾക്ക് ഈ ലൈറ്റുകൾ കാണാവുന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള റോഡുകളിലെ സീബ്ര ലൈൻ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. എന്തായാലും ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾ ഫോൺ കയ്യിൽ പിടിച്ചാണ് ഇത്തരത്തിൽ റോഡ് മുറിച്ച് കടക്കുന്നതെങ്കിൽ ഫോൺ നിങ്ങൾക്ക് ഒരു സിഗ്നല് വാഹനങ്ങൾ ഇല്ല എന്ന് ഒരു മുന്നറിയിപ്പ് നൽകുന്നതാണ്. നെബുഫ്ലൈ, ചൈനയിലെ റോഡുകളിലെ പൊടിപടലങ്ങൾ കുറക്കാനായിട്ട് നെബുഫ്ലൈ എന്നൊരു പ്രത്യേക രീതി ഉപയോഗിച്ചു വരുന്നു. റോഡിന് മുകളിലൂടെ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു രീതിയാണിത്. നമ്മുടെ നാട്ടിലെ റോഡരികിൽ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റുകളെ പോലെയാണ് ചൈനയുടെ റോഡരികിൽ ഇതിങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സോളാർ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിനാൽ തന്നെ ഇവിടെ മനുഷ്യരുടെ ഇടപെടൽ ആവശ്യമില്ല. തുടർച്ചയായി 24 മണിക്കൂറും ഇങ്ങനെ വെള്ളം റോഡിലേക്ക് സ്പ്രേ ചെയ്യുന്നു. ഇതിലൂടെ റോഡിലുള്ള വായുവിലടങ്ങിയ പൊടികളെല്ലാം ഇല്ലാതാകുന്നു. എന്നാണാവോ ഇങ്ങനെ ഓരോന്ന് നമ്മുടെ നാടുകളിൽ വരാൻ പോകുന്നത്. IoT ക്ലീനിംഗ് സിസ്റ്റം. ചൈനയിലെ റോഡുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാവുന്നതാണ്. റോഡിലെ ചൂട് കുറക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു രീതി അവിടെ ഉപയോഗിക്കുന്നത്. റോഡുകളിലെ ചൂട് കാരണം, താപം കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ടയറുകൾ പൊട്ടി അപകടങ്ങളില്ലാതിരിക്കാനാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ചെയ്യുന്നത്. കാലാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഓണാക്കാനും ഓഫ് ആക്കാനും ചെയ്യാവുന്നതാണ്. അതായത് റോഡ് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. പോറോ സിസ്റ്റം എന്ന ഒരു സൗരോർജത്തിലാണ് ഇതിങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇതിനാൽ തന്നെ ഇതിന് വൈദ്യുതിയുടെ ആവശ്യം വരുന്നില്ല. നമ്മുടെ നാടുകളിലാണെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ആവശ്യമേ ഇല്ല. കാരണം റോഡിലുള്ള കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാകും. റോളിംഗ് ബാരിയറുകൾ. വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും മാറിപ്പോകാതിരിക്കാൻ ഇത്തരം റോളിംഗ് ബാരിയറുകൾ വലിയ രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ബാരിയറുകൾ നമ്മുടെ നാട്ടിലുള്ള റോഡുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇതിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ളതാണ് ചൈനയിലുള്ള ബാരിയറുകൾ എന്നത്. ഏതെങ്കിലും വാഹനം നിയന്ത്രണം വിട്ട് ഇതിൽ ചെന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇത് വാഹനങ്ങളെ മുമ്പോട്ട് തന്നെ തള്ളി നീക്കുന്നു. അതായത് ഒരു റബ്ബർ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം എന്നത് വലിയ ട്രക്കുകളും ബസ്സുകളെയും ഒക്കെ ഇതിങ്ങനെ താങ്ങാൻ കഴിവുള്ളവയാണ്. നമ്മുടെ നാട്ടിലുള്ള ഇത്തരം ബാരിയറുകൾ തകർത്ത് പോലും പല വലിയ വാഹനങ്ങളും അപകടത്തിൽ പെടാറുണ്ട്. ഇത്തരമൊരു കണ്ടെത്തൽ ചൈനയിൽ ഒരു പരിധിവരെ അപകടങ്ങൾ ഒഴിവാക്കുന്നു. ഇലക്ട്രിക് റോഡ്. ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്നത് റോഡ് ഒരു ചാർജർ ആയിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ്. അതായത് ഇലക്ട്രിക്കൽ വാഹനങ്ങൾ റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാർജ് ആവുന്ന ഒരു രീതിയാണിത്. ചാർജ് ചെയ്യാനായിട്ട് വാഹനങ്ങൾ നിർത്തേണ്ടതില്ല എന്ന് ചുരുക്കം പറയാം. ചൈനയെ കൂടാതെ ഇന്ന് ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും ഇതിനുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. DWPT എന്ന ഒരു ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. റോഡിനടിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഇൻഡക്റ്റീവ് കോയിലുകളും ഇലക്ട്രിക്കൽ വയറുകളിലൂടെയും ഒക്കെയാണ് ഇത്തരം വൈദ്യുതി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിലെ റിസീവറുമായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ആവുന്നത്. പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇവർ തുടർച്ചയായിട്ട് 3 മണിക്കൂർ റോഡിലൂടെ ഒരു ഇലക്ട്രിക്കൽ ട്രക്ക് ഓടിക്കുകയും അത് വിജയിക്കുകയും ചെയ്തിരുന്നു. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെയൊക്കെ തന്നെ ഓരോ ദിവസവും ചൈനയിൽ പുതിയ പല ഇന്നോവേഷനുകളും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെ തന്നെ മറ്റേതൊരു രാജ്യത്തിനേക്കാളും വേഗത്തിലാണ് ചൈന ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ മാറ്റി കാണാം.